ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷ ഭാഷണം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CR പ്രഫുൽകൃഷ്ണൻ. പ്രഫുലേട്ടൻ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. കോഴിക്കോട് സ്വദേശിയാണ്. പ്രഫുലേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് യുവമോർച്ചയുടെ ജില്ലാ ഭാരവാഹികൾ, ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകർ, യുവാക്കളായിട്ടുള്ള പാലക്കാട്ടെ നല്ലവരായ സുഹൃത്തുക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലെ ശ്രീധരൻ സാറിനെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ട് എന്റെ വാർത്തയിലെത്തുന്നു. നന്ദി, നമസ്കാരം. എന്റെയും അധ്യക്ഷ ഭാഷണത്തിനായി പ്രഫുലേട്ടനെ ക്ഷണിച്ചോളൂ. ദീപപ്രജ്വലനത്തിനായി വിശിഷ്ട വ്യക്തികളെ ക്ഷണിച്ചോളൂ. വൈസ് ചെയർമാൻ കൃഷ്ണദാസ്ജി ഈ സ്റ്റേജിലുണ്ടെങ്കിൽ ഉടൻ തന്നെ ജില്ലാ പ്രസിഡന്റ് വേദിയിലേക്ക് എത്തിച്ചേരുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ശ്രീ CR പ്രഫുൽകൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ സന്നിഹിതരായിരിക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ വളരെ വിശദമായി പരിചയപ്പെടുത്തലുകൾ നടത്തി. മെട്രോമാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്, അല്ലെ? നമ്മുടെ മലയാളികൾക്ക് നമുക്ക് സ്വകാര്യമായി അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാർ. അദ്ദേഹം ഈ നാട്ടിലെ യുവാക്കളോട് സംവദിക്കാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ യുവമോർച്ചയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ തേജസ്വി സൂര്യാജി, ഒരുപക്ഷെ ഭാരതം മുഴുവൻ ഉറ്റുനോക്കുന്ന വളരെ പ്രതീക്ഷയോടുകൂടി ഈ നാട്ടിലെ യുവാക്കൾ നോക്കിക്കാണുന്ന മഹത്തായിട്ടുള്ള വ്യക്തിത്വം ശ്രീ തേജസ്വി സൂര്യ. ഈ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്ന് പാലക്കാട്ടെ യുവാക്കളുമായിട്ട് സംവദിക്കാൻ വേണ്ടി പോകുന്നത്. യുവമോർച്ച കേരളത്തിലെ 5 ജില്ലകളിൽ യൂത്ത് ടൗൺ ഹാൾ എന്ന പേരിൽ യുവാക്കളുമായി സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള പരിപാടികൾ, അത് ഇന്ന് രാവിലെ ആദ്യത്തെ പരിപാടി കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് നടന്നു. യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്.
നമ്മുടെ ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നില്ല നമ്മുടെ നാടിന്റെ സ്ഥിതി. പ്രാകൃതരെന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽപ്പെട്ട ഒരു രാജ്യമെന്ന് കളിയാക്കിയിരുന്ന സാഹചര്യത്തിൽ നിന്നും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായി ഈ ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭാരതത്തിലെ നളന്ദയും തക്ഷശിലയും പോലുള്ള സർവകലാശാലകളിൽ പഠിക്കാൻ പണ്ട ആളുകൾ വന്നിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അധ്യയനത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി നളന്ദയിലേക്കും തക്ഷശിലയിലേക്കും ആളുകൾ വന്നിരുന്നു എന്നത്. നളന്ദയിലെയും തക്ഷശിലയിലെയും ഗ്രന്ഥശേഖരങ്ങൾക്ക് തീയിട്ടപ്പോ മാസങ്ങളോളമായിരുന്നു പോലും ആ ഗ്രന്ഥശാലകളിൽ നിന്ന് കത്തിയത്. അത്ര മഹത്തായ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ ആക്രമണം, നമ്മുടെ ഭാരതത്തെ ആക്രമിച്ച എല്ലാ അക്രമകാരികളും നമ്മുടെ പൈതൃകത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷം ഭാരതം ഭരിച്ച ആളുകൾ BJP ഭാരതം ഭരിക്കുന്നത് വരെ നമ്മുടെ സംസ്കാരത്തിന്റെ അടിവേറിറക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ സർവമത മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അമേരിക്കക്കാരന്റെ പൂർവികന്മാർ ഉടുതുണിക്കും മറുതുണിയില്ലാതെ താമസിച്ചിരുന്ന സമയത്ത്, മരപ്പൊത്തുകളിൽ താമസിച്ച സമയത്തോ, ഗുഹകളിൽ താമസിച്ച സമയത്തോ വിമാനം പറത്താൻ അറിയുന്ന സംസ്കാര സമ്പന്നരായ ഒരു ജനത അധിവസിച്ചിരുന്ന രാഷ്ട്രമായിരുന്നു ഭാരതം. ആ ഭാരതത്തെ ഏറെ പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ ഭരിച്ച UPA ഗവൺമെന്റിന് സാധിച്ചു. അതിന് പിന്തുണ കൊടുത്ത CPM-കാർക്ക് സാധിച്ചു. പക്ഷെ ഇന്ന് ഭാരതം ഭരിക്കുന്നത് നട്ടലുള്ള നരേന്ദ്രമോദിജിയാണ്. എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ യുവാക്കളെ ഉണർത്തിയ സ്വാമി വിവേകാനന്ദനുണ്ട്. നരേന്ദ്രൻ എന്ന സ്വാമി വിവേകാനന്ദൻ. അതേപോലെ ഒരു പുതിയ നരേന്ദ്രൻ, ആ നരേന്ദ്രനാണ് ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്ര ദാമോദർ മോദി. ആ ഭരണത്തിന്റെ കീഴിൽ തലയുയർത്തിപ്പിടിച്ച ഒരു പുതിയ ഭാരതത്തെ നാം കാണുകയാ. 6 വർഷം കൊണ്ട് ഒരു പുതിയ ഭാരതമിത ഉണ്ടായിരിക്കുന്നു. ലോകത്തിന് മുഴുവൻ കോവിഡ് വാക്സിൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രം. ഏറ്റവും ചുരുങ്ങിയ ഫ്രീ ആയിട്ടില്ലേ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ അത്ഭുതത്തോടെ നോക്കുന്നു ഭാരതത്തെ. എങ്ങനെയാണ് സാധിക്കുന്നത്? എല്ലാ മേഖലകളിലും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു. ഇത്ര ഔന്നത്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം പോകുമ്പോ എന്തുകൊണ്ടാണ് നമ്മളെ കേരളീയർക്ക് തല താഴ്ത്തിയിരിക്കേണ്ടി വരുന്നത്? നോക്കൂ നിങ്ങൾ, നാം ഉയർത്തുന്ന ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് ഈ ഭാരതം ഇങ്ങനെ കുതിക്കുമ്പോൾ ഈ കേരളം പിന്നിലേക്ക് പോകുന്നത്? പുതിയ ഭാരതം അത് പൂർത്തിയാകണമെങ്കിൽ പുതിയ കേരളവും ഉണ്ടാകണം. ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ രാജ്യത്തെ യുവാക്കളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒരു പുതിയ കേരളത്തിൽ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതൊക്കെ സംവദിക്കാൻ, സംസാരിക്കാൻ അതിനുവേണ്ടിയാണ് ഇത്തരം വേദികൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മെട്രോമാൻ എന്ന് പറയുന്നത് മാന്ത്രികനാണ്, അല്ലേ? എത്ര വലിയ നിർമ്മിതികൾ, എഞ്ചിനീയറിംഗ് രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു മഹാമാന്ത്രികനാണ് ഈ ശ്രീധരൻ സാറ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയ കേരള നിർമ്മിതിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നോക്ക്, നമ്മൾ യുവാക്കളോടാണ് സംസാരിക്കുന്നത്, അല്ലേ? യുവാക്കളെ പറ്റി പറയുന്നത് ശക്തമായ മഴ പെയ്യുമ്പോ വലിയ ശക്തിയോടെ പ്രവഹിക്കുന്ന ജലപ്രവാഹമില്ലേ, അതുപോലെയാണ് യുവത്വം എന്നാ പറയുന്നത്. അത്രമാത്രം ശക്തിയോടെ പ്രവഹിക്കുന്നതാണ് ആ യുവത്വം. അങ്ങനെ പ്രവഹിക്കുന്ന ജലം, ആ ജലം എല്ലാം നശിപ്പിച്ച് മുന്നോട്ട് പോകും, അല്ലെ? പ്രളയമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അട്ടഹസിച്ച് തലച്ചു വരുന്ന ജലത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും.
തടയണകളൊക്കെ കെട്ടി കൃഷിക്കും ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഭാരതത്തിന്റെ യുവത്വത്തെ, നമ്മുടെ കേരളത്തിന്റെ യുവത്വത്തെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കേരളീയ യുവത്വത്തെ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലക്ഷക്കണക്കിന് യുവാക്കൾ, കോടിക്കണക്കിന് യുവാക്കളുണ്ട് നമ്മുടെ രാജ്യത്ത്. കേരളത്തിലെ യുവാക്കൾ തൊഴിലിനു വേണ്ടി കേഴുകയാണ്. 50 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ. 4 കോടിയിലേറെയാണ് PSC പരീക്ഷയ്ക്ക് വേണ്ടി PSC കൊടുക്കുന്ന അപേക്ഷകളുടെ എണ്ണമെന്ന് PSC ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്നു. എത്ര പേർക്ക് PSC ജോലികൾ കിട്ടുന്നുണ്ട്? മറ്റു സംസ്ഥാനങ്ങൾ തേജസ്വിജി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ബാംഗ്ലൂരിൽ ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ മലയാളികൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വരുന്നത്? ഉത്തർപ്രദേശിലേക്കും അല്ലെങ്കിൽ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്? അന്യ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്? ഇവിടെ ഒരു തരത്തിലുള്ള സാധ്യതകളും ഇവിടുത്തെ യുവാക്കൾക്ക് മുന്നിലില്ല. ഏതെങ്കിലും ഒരു ബിസിനസ് സംരംഭം ധൈര്യസമേതം കേരളത്തിലേക്ക് വരാൻ വേണ്ടി സാധിക്കുമോ? ആപ്പിൾ പോലുള്ള കമ്പനികൾ, വലിയ കമ്പനികൾ, ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയായ സമയത്തോ ഒരുപാട് ലോകോത്തര കമ്പനികൾ ഭാരതത്തിലേക്ക് കടന്നു വന്നു. ഏതെങ്കിലും ഒരു കമ്പനി കേരളത്തിൽ വന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർണാടകത്തിൽ വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വേറെ തൊഴിലവസരങ്ങളില്ല. പഠിക്കണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഈ നാട്ടിലെ ആളുകളാണ്, ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. ഈ സ്ഥിതിക്ക് മാറ്റം വേണ്ടേ? ജോലി കിട്ടുന്നത് ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് PSC ജോലിയൊക്കെയാണ്. ഈ PSC ജോലികളിലെ നിയമനം മുഴുവൻ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പാലക്കാട് നിന്ന് സംസാരിക്കുമ്പോ, കാറിലൂടെ യാത്ര ചെയ്യുമ്പോ ആ പാലക്കാട് മെഡിക്കൽ കോളേജ് കണ്ടു. ആ മെഡിക്കൽ കോളേജിൽ നടത്തിയ നിയമനങ്ങൾ നമുക്കറിയാം. അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എല്ലാ വേണ്ടപ്പെട്ട ആളുകളെ, കോൺഗ്രസിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് മുഴുവൻ ഈ മെഡിക്കൽ കോളേജിൽ നിയമനം കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ഈ നാട്ടുകാരനായ വ്യക്തി കുറെ സമരങ്ങളൊക്കെ നടത്തിയില്ലേ തിരുവനന്തപുരത്ത്? എന്തിനാ? പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ, പാർട്ടി ബന്ധുക്കളെ നിയമിക്കുന്നതിനെതിരെ. ആ നേതാവിന്റെ മണ്ഡലത്തിൽ നടന്ന നിയമനങ്ങൾ അവരുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോ സ്വന്തക്കാർക്ക് മാത്രമായിരുന്നില്ലേ ജോലി കൊടുത്തത്? എങ്ങനെയാണ് തിരുവനന്തപുരത്ത് പോയിട്ട് ഇങ്ങനെയൊരു സമരം നടത്താനുള്ള തൊലിക്കട്ടി ആ വ്യക്തിക്കുണ്ടായത്? അപ്പോ അവര് ഭരിക്കുമ്പോ എന്ത് തോന്നിവാസമാവാം അല്ലേ? മറ്റുള്ളവർ ഭരിക്കുമ്പോ വലിയ നേതാക്കന്മാരായിട്ട്, യുവജന സംരക്ഷകരായിട്ട് അവതരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. നോക്കൂ, നിങ്ങൾ തിരുവനന്തപുരത്തെ കാരക്കോണത്ത് അനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് എന്തിനാണ്? PSC ജോലി കിട്ടാത്തതിന്റെ പേരില്ല. ഉറപ്പായും കിട്ടേണ്ടിയിരുന്ന ജോലി. 76 നമ്പർ റാങ്കുകാരൻ. നിങ്ങൾ നോക്ക്, ഏറ്റവും മികച്ച റാങ്കാ 76. ജോലിയില്ല. എല്ലാ നിയമനങ്ങളും നടത്തുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ്. നേതാക്കൾ, പാർട്ടി CPM പ്രവർത്തകന്മാരുടെ ഭാര്യമാർക്ക് ജോലി കിട്ടുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായിട്ട് കേരളത്തിലെ സർവകലാശാലകളിൽ നടന്ന നിയമനങ്ങൾ. അത് നിങ്ങളുടെ പാലക്കാടുകാരനായിട്ടുള്ള നമ്മുടെ പഴയ MP രാജേഷിന്റെ ഭാര്യ ഉൾപ്പെടെ നിനിത കടിച്ചേരി ഉൾപ്പെടെയുള്ളവരുടെ നിയമനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ലേ? സംസ്കൃത സർവകലാശാലയില സംസ്കൃതം പ്രാകൃതമാണ്, പിന്തിരിപ്പൻ ഭാഷയാണ്. സംസ്കൃതത്തിന് സർവകലാശാലയിലെ വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ സംസ്കൃത സർവകലാശാല വന്നപ്പോ ജോലി ഇവർക്കൊക്കെ വേണം. അപ്പൊ ഞാൻ അധികമൊന്നും ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിൽ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങളില്ല, ജോലി സാധ്യതകളില്ല. കേരളം എന്തിന്റെ കാര്യത്തിലാണ് നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത്? കാരണം നമ്പർ 1 പോലും കോവിഡ് രോഗികളുടെ കാര്യത്തിൽ കേരളം നമ്പർ 1. ഇപ്പൊ ഇതാ തലപ്പാടി ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുക. ഞാൻ വരുന്നത് മഞ്ചേശ്വരത്ത് നിന്ന. മഞ്ചേശ്വരത്ത് ഇന്ന് രാവിലെ മുതൽ തലപ്പാടി ചെക്ക് പോസ്റ്റ് അടച്ചു. എന്താ കാരണം? കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴ്നാടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കോവിഡ് കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഞങ്ങൾ എടുത്തു. കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ കോവിഡ് രോഗികളുടെ കാര്യത്തിൽ കേരളം നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നു. ദളിത് പീഡനങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നു. വാളയാറിലെ അമ്മ
തലമുണ്ടനം ചെയ്ത് നീതിക്ക് വേണ്ടി നടത്തിയ യാത്ര നിങ്ങളുടെ ജില്ലയിലല്ലേ? ദളിത് പീഡനങ്ങളുടെ കാര്യത്തിൽ, അട്ടപ്പാടിയിൽ ഉൾപ്പെടെ പട്ടിണി മരണങ്ങളുടെ കാര്യത്തിൽ, എല്ലാത്തിലും കേരളം നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് ഈ സർക്കാരിന് അവകാശപ്പെടാനുള്ള ഭരണനേട്ടം. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടത് ഒരു പുതിയ കേരളമാണ്. ആ പുതിയ കേരളത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ളത് ചങ്കൂറ്റത്തോടെ ഇങ്ങനെയായിരിക്കണം ആ പുതിയ കേരളം. ഭാരതീയ ജനതാ പാർട്ടി വിഭാവന ചെയ്യുന്ന ഒരു കേരളമുണ്ട്. സമഗ്രമായ വികസനമുള്ള ഒരു സംസ്ഥാനം. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണോ വികസനത്തിന്റെ കാര്യത്തിൽ കുതിച്ചു മുന്നേറുന്നതോ അതുപോലെ ഈ കേരളവും മാറണം. 44 നദികളുണ്ട്, ദൈവം അനുഗ്രഹിച്ച കാലാവസ്ഥയുണ്ട്, അധ്വാനശീലരായ മനുഷ്യന്മാരുണ്ട്, ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്. നോക്കൂ, ഈശ്വരൻ ഇങ്ങനെ കനിഞ്ഞനുഗ്രഹിച്ച മറ്റേത് സംസ്ഥാനമുണ്ട് ഈ രാജ്യത്ത്? എന്നിട്ടോ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താ? 6.5 പതിറ്റാണ്ട് കാലം നമ്മ ഭരിച്ചവർ ഭരിച്ചു മുടിച്ച് ഈ കേരളത്തെ ഒന്നുമല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. മാറണം, മാറിയേ പറ്റുള്ളൂ. പുതിയ കേരളത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നമ്മോട് എനിക്കറിയാം, ഞാൻ അധിക സമയം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് തേജസ്വിജിയും ശ്രീധരൻജിയും ഒക്കെയാണ്. അവരുടെ പ്രസംഗമാണ് നമുക്ക് കേൾക്കേണ്ടത്, അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ട് ഭാരതത്തിന്റെ അഭിമാനമായ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യാജി അദ്ദേഹത്തെ നല്ലൊരു കൈകളിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ്. Mr. Praful Krishna, for your enlightening words. We will try to change Kerala. We are with you in that. I now request Mr. Tejasvi Surya to address the gathering. भारत माता की जय! भारत माता की जय! वंदे मातरम! वंदे मातरम! वंदे मातरम! I love this Josh. Join me again one more time. भारत माता की जय! भारत माता की जय! वंदे मातरम! वंदे मातरम! Dynamic state president, fiery orator, the leader of the Bharatiya Janata Party Yuva Morcha in Kerala, my dear brother Prafulla Krishnanji, friends, this is such a great opportunity for all of us in this hall to be in direct presence of a man, a legend, whose contribution to India's urban infrastructure, a man who has in every job that he has taken in his life, every assignment that he has taken in his life, has proved that if an Indian, honest and incorruptible, sets his mind on something, even the most impossible things become possible. Such a great legend is Sridharan. Friends, all of us are in our 20s and 30s here. We don't need a better role model in life as to how to lead a good life, a life of value, a life lived for service of the people, of the country, a life of integrity, honesty, discipline, a life that will inspire millions of people for ages to come. There can be no better icon for a Malayali pride than E. Sridharanji.
Sir, I consider this a personal honor, a great privilege, and an opportunity that my party has given me to share a stage with a legend like you. On behalf of all young people of India, on behalf of all young people of Kerala, on behalf of all young people of Palakkad, sir, I thank you for the way you have lived your life, the way you have contributed to this country, and most importantly, to having shown today that politics is not always the last resort of a scoundrel, but politics is the most important mission of the most finest of human beings. Thank you so much, sir, for giving that entire message for the country. Friends, I have been a follower of E. Sridharanji's speeches and work from a very long time. He is a karma yogi in the true sense. Sir, I have watched your speeches on the Bhagavad Gita. The core message of the Gita, Shri Krishna, in his core essence, the message of the Gita gives to the people that work, work, and work alone. You have right only to do your duty and nothing else. It is very difficult to lead one's life based on this principle. But we have before us a man who has lived a life like that. We use Gita to by heart quotes for our speeches. We use Gita and read Bhagavad Gita to give an impression that we are learned. But it is more important to follow even one principle in life than understand 100 different principles just in the head. Not even that. From Kashmir to Kerala, everybody wants E. Sridharanji's expertise. When the government of Jammu and Kashmir wanted to revive the Dal Lake in Kashmir, do you know who they went to? They telephoned from Kashmir all the way to Kerala because they knew that if there is one man in the country who can revive this lake, it is Kerala's son, E. Sridharanji. Friends, imagine the kind of inspiration he is giving all of us. Today, when you join your company, when you start your job at 24 or 25 or 26, the first salary, the day you get your first salary, you will get a call from the bank or you will get a call from LIC or somebody. They will tell you, sir, start planning for your retirement. Correct? The day you start the job, people say, sir, start planning for your retirement. You know what is the goal of young people, some of the young people these days? They want to retire early. But here is a man who inspires the youth of the country by his dedication for work, for his dedication for service. He could have been at home. He could have enjoyed his evening tea. He could have spent time without bothering about anything. He has anyway contributed so much to the country. But the spirit in him does not let him do that. Because he's come to politics not to take from it. He's come to politics to give the politics, to give to it. Kerala needs him, the country needs him. I won't take much of your time. We are all very eager to listen to E. Sridharanji. But I want to just place before all of you 3 or 4 important issues which as young Indians, as young Keralites, all of us have a very important responsibility to fulfill. Friends, Kerala was once upon a time one of the most important states of India. It gave India its greatest intellectuals. It gave India its greatest saints, social reformers. Kerala was the cultural capital of India.
Kerala's temples, Kerala's dances, Kerala's Sangeeta, Kerala's Nrutya. Every single aspect of the Malayali culture is something that this country must treasure and protect and celebrate. Unfortunately, the last 70 years, this state has witnessed bad governance after bad governance under the Congress and the communists successively. The communists, when in power, have destroyed not only the institutions of governance, but also the ideology and thinking of the society. And the Congress is nothing but a cheap copy of the communists in Kerala. The UDF and the LDF are two sides of the same coin. They have perverted social fabric in Kerala. It is the responsibility of all young people of Kerala today to reverse this. Why should we elect the BJP? Last 70 years, Kerala could have been so much more. The potential of Kerala was so much better. But they have spoiled the potential. Communism, my dear friends, look at the world today. No country which followed socialism, no country which followed communism made it big. The only thing that communism guarantees is distribution of poverty. The only thing that communism guarantees is poverty. Communism keeps people poor. Communism does not give employment. Communism destroys private industry. Communism does not allow for entrepreneurship. Look at the state of Kerala today. The economy of Kerala. It is heavily dependent on foreign remittances. After education, where does a Keralite go? In seek of opportunities. He either goes to Gulf or he goes to Pune, he goes to other parts of the country. Why should a young Keralite who gets his education here not get opportunities for employment in Kerala? Why should you leave your Janma Bhumi, this Punya Bhumi, thousands and thousands of miles, leaving behind your old aged parents just to earn a few rupees? Does Kerala not have the human resources, economic resources, natural resources to create jobs for our young people? This is a question that every single Keralite, every single youngster must ask. My only request to you is this. Reject communism, lock, stock and barrel. Throw the communists out of power. Bring in fresh ideas, fresh dynamism. Bring in the Bharatiya Janata Party. You will bring prosperity to Kerala. You will bring jobs to Kerala. You will bring employment to Kerala. The communists destroyed all private enterprise. The only avenue to seek jobs is the government jobs. How is the government jobs given? Through the PSC. And how is the PSC administered? This government of Pinarayi Vijayan is the most corrupt government in the history of Kerala. The communists are like Bhasmasuras. Anything they touch turns into ashes. Every ministry, every department, there is a scam. There are no schemes. There are only scams. This is a government of scams. Gold scam, PSC scam, fishing tender scam. You name the department, there is a scam. And there is an eerie similarity with which the communist dictator in Kerala and communist dictators around the world operate. They have a standard protocol. SOP, Standard Operating Procedure. Do you know which countries and which dictators appoint their relatives to government offices? Do you know the communist dictator called Kim Jong-un?
You know where he is? North Korea. You know who he appoints to important government jobs? His sister, sister-in-law, brother, brother-in-law, father, father-in-law. Do you know Fidel Castro? He was also appointing like this. Across the world, all communist dictators are so insecure that in all important positions of government, they appoint only their relatives. There is only one place in India that this practice is continuing. Unfortunately, it is Kerala. My request to all of you is this. We need to reverse this. We need to change the clock, turn the clock back, and ensure that this dirty practice stops. Friends, my other request to all of you is this. This state has suffered from bad administration for last 70 years. Last time I was going to Chengalur, I was passing the bypass. I think it was the KM bypass. Alleppey bypass. I was told, our state president told me that this was 45 years old. The project was 45 years old. Just like how Kollam bypass, after being sanctioned in 1970, was inaugurated by Prime Minister Narendra Modi for the first time. All projects are pending in Kerala from how many years? 30, 40, 50 years. You know what Kerala needs today? We don't need a government that cannot build a bridge in 45 years. We need a man who can build a bridge in 46 days. Palakkad, Kerala, you have the answer for fast-paced development of Kerala in East Sridharan. The time to run marathons is over. This is the time for 100-meter sprints. And there is only one man who can deliver fast-paced development in Kerala. It is the BJP. It is men like East Sridharan. Lastly, I want to ask all of you just one thing. Friends, we have so many young women here. All our sisters and mothers. Their rights are being trampled. The social fabric of Kerala is changed to such an extent that terrorist organizations like SDPI, PFI, Jamaat-e-Islami, they are having a field day. Both the Congress as well as the communists have competition between them as to who will appease the terrorists more. The Congress and the communists encourage them, fund them, support these terrorist organizations. What do these terrorist organizations do? They do recruitment for jihadis, for ISIS in Syria. They brainwash and misguide young men and women of Kerala and send them abroad to fight an imaginary jihad. Also in this holy land, the rights of our women in the name of love jihad is being trampled. Love jihad is not a Hindu versus Muslim or a Muslim versus Christian issue. Love jihad is an issue of women's rights. When our young women, whether it is Muslim or whether it is Hindu or Christian, the moment they are lured to marry a Muslim man, they lose all their rights of divorce, of inheritance, of right to property, of right to succession. This is a very, very important issue. We need to change and fight against this demographic battle that is going on in Kerala. It is a very, very important issue. The communists want to destroy our temple culture. On behalf of all devotees of Sabarimala, friends, I come from Bengaluru. You all know that every year, thousands and thousands of people from Karnataka come on pilgrimage to Sabarimala. We are all devotees of Lord Ayyappa. On behalf of all the millions and millions of devotees of Lord Ayyappa, I want to salute and fall at the feet of all mothers and sisters of Kerala for waging the battle for Dharma in Kerala. You fought for our temple culture. You proved that you will fight to continue traditions of this country.
Pinarayi Vijayan. And why did they want to do this? They wanted to do this in the garb of empowering women. I want to ask Pinarayi Vijayan, I want to ask the communists, how does true women empowerment take place? Does it take place by breaking traditions, by breaking temple culture? Or does it take place by giving our young men and young women voice in the parliament, in the voice in the assembly? It is a matter of pride, my dear friends, when I say this. The BJP is the only party today in Kerala which has given the highest number of seats and tickets to women. 17 women candidates are from the Bharatiya Janata Party. This is how women empowerment is done. Why have you not given so many women tickets? If you are so worried, so concerned about women empowerment, why are you not giving more women, more young women, opportunities to contest elections? Friends, Sabarimala was only an indicator that if communists continue, if Congress continues, if the same culture in Kerala continues, our culture, our language, our temples and this native tradition will not be allowed to live. They will kill this. Today is 2021. 1921, 100 years before. What happened? What happened in 1921? The Mopla riots happened in 1921. If we do not wake up today, if we do not address this issue of the civilizational battle, then there will be a repeat of the 1921 disaster. That is all I request all of you. These are all the important issues for education, for employment, for inclusive development, to protect our culture. Kerala needs a change. And who will bring this change? With this, I want to say and conclude my speech, my dear friends. Why you are the hope for Kerala? Friends, the only organization which speaks for all of these 5 things, prosperity, growth, employment, future Kerala, jobs for your young people, protecting our culture, is only the BJP. And who is the BJP? Friends, BJP is not just Narendra Modi. It is not just Amit Shah, JP Nadda. It is not just big leaders away. The BJP is you and me. We are the Bharatiya Janata Party. We must fight for this country. You should go door to door. You should go house to house. You should go from college to college. You should go from canteen to canteen, mall to mall. You should speak to every youngster in Kerala. Tell them of the great work that Narendra Modi is doing. How every state in the country is progressing ahead. Tell them how only Kerala is being deprived. Tell them, talk to them, show them the reality of society. Show them how, with the change in demography, with the change in social fabric, our culture, our temple, our language is being attacked. Make them see this reality. And know for one thing for sure. We will stand with you. You may have seen in the recent past, about a couple of months ago, I had spoken in Parliament about the issues of Kerala. People ask me, you are MP from Bengaluru, you are MP from Karnataka, why did you raise issue of Kerala? I told all of them. My people in Bengaluru voted me on the symbol of the lotus, the Tamarai. It is for this symbol that my brothers and sisters in Kerala are shedding sweat and blood, and I will stand with them as their voice in parliament. You may not have a Lok Sabha MP today from Kerala in the Bharatiya Janata Party in the Lok Sabha. But there are 303 MPs of the BJP standing with the members of Kerala. We are all with you. And we are standing with you with conviction. You know why Rahul Gandhi came to Kerala? He came to Kerala because he could not win in Uttar Pradesh. Darpok. He came here because he was scared. He came here because it was convenient. You know why I come here? Do
come here? Not because it is convenient to come here, but we come here not out of convenience, but we come here out of conviction to change the future of Kerala. This is the difference between us. So I thank all of you, my dear friends. In you I see hope for a new Kerala. In you I see the hope for a future Kerala. And all of you have a great blessing today. The blessing is that someone like E. Sridharanji, there is only one person that I can compare him to. I come from Karnataka. Sir M. Vishveshwaraya was one such legendary engineer whose imprint could be seen, whose work could be seen and felt all across the country. We have a man like him today contesting here. This is the blessing of Palakkad today. This is the blessing on all of us today. It is the responsibility of every young Yuva Morcha worker sitting here to ensure that E. Sridharanji reaches the Kerala Assembly as the voice of a young Keralite with a thumping majority from Palakkad. Will you all do this? Yes. Give me a bigger yes. Yes. A record-winning victory for E. Sridharanji. Will we achieve this? Yes. Will you go house to house? Yes. Will you go mall to mall? Yes. Will you go door to door? Yes. Will you make E. Sridharanji win? Yes. With this spirit, I thank all of you. Bharat Mata Ki Jai. Thank you, Tejasvi ji, for your very inspiring speech. All of us together will achieve what you have asked us to. We will make sure that the BJP wins from Palakkad and Dr. E. Sridharan is our representative in the assembly. I now invite Dr. E. Sridharan ji to address the gathering. ബഹുമാനപ്പെട്ട തേജസ് സൂര്യ, സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ, യുവതികളെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ രണ്ട് ഫോഴ്സ്ഫുൾ ഒറേറ്ററി കേട്ടപ്പോൾ very compelling reasons placed before you why a change is required in Kerala. ഞാൻ ഒരു പ്രാസംഗികനല്ല, ഒരു കർമ്മയോഗിയാണ്. രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാൻ വളരെ ആഗ്രഹമുണ്ടാവും, ഈ 88ാമത്തെ വയസ്സിൽ എന്തിനാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതെന്ന്. അതിന്റെ പ്രധാന കാരണങ്ങൾ ഈ രണ്ട് സുഹൃത്തുക്കൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ് ഇവിടെ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകണം. എന്റെ ഉദ്ദേശം കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ 67 വർഷം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്ത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി വളരെ പ്രസിദ്ധങ്ങളായ പല പദ്ധതികളും ഏറ്റെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. അത് തൃപ്തികരമായവണ്ണം തീർക്കുവാനും എനിക്ക് സാധിച്ചു. ഈ 67 വർഷത്തെ പരിചയ സമ്പത്തും ടെക്നിക്കൽ നോളേജും നമ്മുടെ സംസ്ഥാനത്തിന് കൊടുക്കണമെന്നുള്ള ഒരേ ഒരു ഉദ്ദേശം കൂടിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ശരിക്കൊരു രാഷ്ട്രീയ ഭാഷ ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇവിടെ എന്നെ MLA തിരഞ്ഞെടുത്തെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടതുള്ളത്.
ഈ മണ്ഡലത്തിൽ മാത്രമല്ല കേരളമെല്ലാം ഒതുങ്ങിയിരിക്കുന്ന 4 പ്രധാന കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളും വി എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ആദ്യമായി വികസനം. വികസനത്തിന്റെ ആവശ്യത്തെപ്പറ്റി ഈ 2 പ്രഭാഷകർ വളരെ വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന് വികസനം തരണം എന്ന്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. പലതും നേടിയെടുക്കാനുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യമുള്ളത് വ്യവസായം. ഈ കാര്യത്തിലാണ് നമ്മുടെ കേരളം വളരെ പിന്നോട്ട് ഇരിക്കുന്നത് എന്ന് പ്രധാനമായി തേജസ്വി നിങ്ങളുടെ മുമ്പിൽ വെച്ചു കഴിഞ്ഞു. 20 കൊല്ലമായിട്ട് ഒരു പുതിയ വ്യവസായം ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല. ഇവിടെ തുടങ്ങിയ വ്യവസായങ്ങൾ തന്നെ പതുക്കെ പതുക്കെ ഓരോന്ന് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ യുവാക്കളും വിദ്യസ്തരായ ചെറുപ്പക്കാരും ജോലിക്ക് വേണ്ടി കേരളത്തിന്റെ പുറത്തു പോകണം, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകണം എന്നുള്ള അവസ്ഥയാണ്. വ്യവസായം വന്നാലേ രാജ്യത്തിന് സമ്പത്തുണ്ടാകുള്ളൂ. ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വ്യവസായം കൊണ്ട് എന്ത് അഭിവൃദ്ധിയാണ് വന്നിരിക്കുന്നത്. വ്യവസായം മാത്രമേ നമുക്ക് സമ്പത്ത് കൊണ്ടുവരുള്ളൂ. നമുക്ക് പ്രവർത്തന രംഗം അല്ലെങ്കിൽ പ്രവർത്തനത്തിനുള്ള സൗകര്യം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതിന് വളരെ നല്ല സാധ്യതകളുണ്ട്. വളരെ മിടുക്കന്മാരായ മലയാളികൾ ഇതിന്റെ പുറത്ത് പോയി വലിയ വലിയ വ്യവസായങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. വളരെ വിജയകരമായ വണ്ണം ആ വ്യവസായം നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് കേരളത്തിൽ വന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ് വളരെ ജാസ്തിയായിരുന്നു, വളരെ ഹൈ. അത് നമുക്ക് ഓൾ ഇന്ത്യ സർവീസസിലേക്ക് കേരളത്തിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാം. 20% ഓഫ് സച്ച് റിക്രൂട്ട്മെന്റ് യൂസ് ടു ബി ഫ്രോം കേരള. ഞാൻ UPSC എക്സാമിനേഷൻ വഴിയാണ് റെയിൽവേയിൽ കയറിയത്. എന്റെ കൂടെ 18 ആൾക്കാർ, 18 ഇന്ത്യൻ റെയിൽവേ സർവീസിൽ ചേർന്നു. അതിൽ 4 പേര് കേരളത്തിലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഓൾ ഇന്ത്യ സർവീസിലേക്ക് കേരളത്തിൽ നിന്ന് യുവാക്കൾക്ക് ചേരുവാൻ വളരെ പ്രയാസമായിരിക്കുന്നു. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡേർഡ് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇത് മാറ്റിയെടുക്കണം. സ്റ്റാൻഡേർഡ് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ ചുറ്റും തിരിഞ്ഞു നോക്കൂ. ഇൻ ഡിസിപ്ലിൻ, ഓൺലി പ്ലേ പോളിറ്റിക്സ്, all appointments are based on party royalists. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഇത് തീരെ മാറ്റിയെടുക്കണം. ഇതിനെല്ലാം പുറമെ ഈ 2 ചെറുപ്പക്കാർ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഭരണം തന്നെ മാറ്റിയെടുക്കണം. കേരളത്തിൽ കൊണ്ടുവരണം. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുവാനുള്ള കാരണം. ഇവിടെ അദ്ദേഹം നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്തു, ഈ രാജ്യം ഏത് സ്ഥിതിയിലായിരുന്നു ഇതുവരെ,
ഈ 7 വർഷം കൊണ്ട് എന്തെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. ഈ അഭിവൃദ്ധിയും നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ആവശ്യം. നിങ്ങൾ യുവാക്കളായ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം. യുവാക്കൾ പരിശ്രമിച്ചാൽ മാത്രമേ രാജ്യത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ വരികയാണ്. എന്റെ ഒരേ ഒരു അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ എനിക്കും ഈ രാജ്യത്തെ സേവിക്കാനുള്ള, ഈ സംസ്ഥാനത്തെ സേവിക്കാനുള്ള ഒരു വലിയൊരു അവസരം കിട്ടും. അതിനെ കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് Thank you, Sridharanji, for your inspiring words. We shall work with you and make you reach the assembly with a thumping majority. That's a promise that of Palakkad is giving you. വളരെ തിരക്ക് പിടിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംവദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1-2 പേർക്ക് മാത്രം, കാരണം ഇത് കഴിഞ്ഞിട്ട് 3 പ്രോഗ്രാംസ് ബാക്കിയുണ്ട്. വളരെ ഷോർട്ടായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, വളരെ പെട്ടെന്ന് കൈപൊക്കിയാൽ മതി. 2 പേർക്ക്, ഓൺലി 2. യെസ്. Namaste Sridharanji, Namaste Tejasvi, Namaste Rahulji. First of all, I thank you for giving me an opportunity to talk with you like this, with great personalities like you. Sir, as you said earlier, I have seen your talk in Parliament. That time itself I was waiting for you to come here. So I contacted my Mandalam, Yuva Morcha Mandalam President, and I asked him, you should give me a chance, even if I am not in your age group, you should give me a chance, and due to that I am here. Sir, I would like to bring your attention to one of the prior importance of Palakkad. It's regarding Attapadi issue. It's a tribal colony. It's not very far from Palakkad. It's a tribal colony in Palakkad. Actually, what's happening is, after Modi government has taken charge, a lot of funds has been allotted to Attapadi. But nothing is happening there. As you said earlier, this communist government and Congress government want to keep that colony as it is. They don't want to give them education. They don't want to give any, they don't want to take them out of that colony. So my humble request is, can we ask our Bharatiya Yuva Morcha youth to take over the complete responsibility of that colony? I'm not talking it just in view of election, but a permanent solution for the Attapadi issues. Okay? Thank you, sir. അട്ടപ്പാടി വിഷയവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അവിടുത്തെ വനവാസി സഹോദരങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട സെന്ററിൽ തന്നെ അട്ടപ്പാടിയിലെയും അതുപോലെ തന്നെ വയനാട്ടിലെയും ഇതുപോലുള്ള ഫണ്ടുകളുടെ വിനിയോഗത്തിനെ പറ്റിയിട്ടും അതുപോലെ അതുമായി ചെയ്യാൻ പറ്റുന്ന പദ്ധതികളെ പറ്റിയിട്ടും സമഗ്രമായിട്ടുള്ള രീതിയിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽസ് ഒന്ന് തേജസ്വിജിക്കോ അല്ലെങ്കിൽ യുവമോർച്ചോ അയക്കാൻ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, എന്തെങ്കിലും 1 more questions പ്ലീസ്. നമസ്കാരം ശ്രീ ശ്രീധരൻജി. ശ്രീകൃഷ്ണ സ്വരൂപനായ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ. യുവാക്കളായ ഞങ്ങളോട് അങ്ങേക്ക് കർമ്മരംഗത്ത് ഞങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് അങ്ങൊരു ഉപദേശമായി തന്നാൽ വളരെ സന്തോഷമായി. ഞാൻ അങ്ങേ ശ്രീകൃഷ്ണനായിട്ടാണ് കാണുന്നത്. ഈ കാര്യത്തില്
എൻ്റെ ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾക്ക് വേണ്ടിയല്ല, സമാജത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ഇത് മാത്രം താങ്ക് യു. കൂടുതൽ സമയം സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഇനി സാധ്യമല്ല. ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. വേഗം സ്പീഡ്. അടുത്തതായി ഷോൺ നാഷണൽ പ്രസിഡന്റ് ഷാള നീക്കാൻ മണ്ഡലം പ്രസിഡന്റ് മഹിളാ മോർച്ച പ്രസിഡന്റ് ക്ഷണിക്കുന്നു. സമയമില്ല. ഷാള അണിയിക്കുന്ന മണ്ഡല പ്രസിഡന്റുമാരും മറ്റുള്ളവരും വേറെ വേദിയിലേക്കാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. പരിപാടി കഴിഞ്ഞിട്ടില്ല. എല്ലാവരും സ്റ്റേജിന്റെ അവിടെ ഇരിക്കേണ്ടതാണ്. പിന്നെ ഷോണിട്ടവരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. അടുത്ത പരിപാടിയിലേക്ക് ഓൾറെഡി എല്ലാം തന്നെ ചാർട്ട് ചെയ്തതാണ്. പരിപാടി വൈകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. ഷോണിട്ടവരെല്ലാവരും ഇറങ്ങേണ്ടതാണ്. ഫോട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മണ്ഡല ടീം എല്ലാരും ഒന്നിരിക്കൂ. എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാരും ഒന്നിരിക്കൂ. എല്ലാരും ഒന്നിരിക്കൂ. മതി ഫോട്ടോ എടുക്കാൻ.